അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ, അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. നിബിദിന റാലി ഇങ്ങനെ കടന്നു വരുന്നു. അതിലൊരു കുട്ടിക്ക് ഒരു ഹിന്ദു സഹോദരി സന്തോഷത്തോടെ ആ കുട്ടിക്ക് വാത്സല്യത്തോടെ നോട്ടുമാല അണിയിക്കുന്നു. എന്നിട്ട് സ്വന്തം മകനോടെന്ന പോലെ ഷെയ്ക്ക് ഹാൻഡ് നൽകി ആദരിക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു വികാരം എന്താണ്? മാഷാ അല്ലാ, ആ ഒരു ഹിന്ദു സഹോദരി എന്ത് നല്ലൊരു സ്ത്രീയാണ്. അവർ നമ്മുടെ നിബിദിനം കടന്നു വരുമ്പോൾ എത്ര സന്തോഷത്തോടെയാണ് അവർ നമ്മെ സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത്, ചേർത്ത് പിടിക്കുന്നത്. ഓരോ വിശ്വാസിയുടെ ഉള്ളിലും ഇതര മതസ്നേഹവും ആ ഒരു യുവതിയോട് നമുക്ക് തോന്നുന്ന ഒരു അടുപ്പവുമൊക്കെ ഉണ്ട്. അവർ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ. മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ. ഈ ഒരു കാഴ്ചയുടെ പേരിൽ ഒരിക്കൽ പോലും ഈ യുവതിക്ക് ആ യുവതിയുടെ മതപണ്ഡിതന്മാരിൽ നിന്ന്, ആ യുവതിയുടെ സന്യാസിമാരിൽ നിന്ന് ഒരിക്കലും അവരെ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ കാണില്ല. ഒരിക്കലും അവരുടെ പ്രവർത്തനങ്ങളെ മോശമാണെന്ന് പറയുന്ന ഒരു ദൃശ്യങ്ങളും കാണില്ല. എന്നാൽ നമ്മുടെ കാഴ്ചകളോ ഓണദിനത്തിന് ഒരു ഓണാശംസ നേർന്നാൽ, ഒരു ഹിന്ദു സഹോദരൻ നമ്മളെ സ്നേഹത്തോടു കൂടി ഓണസദ്യക്ക് വിളിച്ചാൽ അത് ഹറാമാണെന്ന് പറയുന്ന ഒരുപാട് വയലുകൾ നമുക്ക് കാണാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്? നമ്മുടെ നിബിദിനത്തിന് സന്തോഷത്തോടെ ഒരു ഹിന്ദു സഹോദരി നോട്ടുമാല അണിയിക്കുമ്പോൾ, അവരുടെ ദഫിലെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ, നമുക്കത് മാഷാ അല്ലയും നല്ലതുമാകുമ്പോൾ, അവരുടെ ഓണത്തിന് സ്നേഹത്തോടു കൂടി വിളിച്ച് നമുക്കൊരു ഓണസദ്യ തന്നാൽ, ഒരു പായസം തന്നാൽ, നമുക്കവരൊരു ഓണാശംസ നേർന്നാൽ അത് ഹറാമും ഷിർക്കും കുഫറുമാകുന്ന എന്തു മാനദണ്ഡമാണ്? പരസ്പരം മതങ്ങളിലെ ആചാരങ്ങളല്ലല്ലോ നമ്മൾ കൈമാറുന്നത്, മറിച്ച് മനുഷ്യരോടുള്ള ആഘോഷങ്ങളും സ്നേഹങ്ങളുമല്ലേ. ആ രീതിയിലല്ലേ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. എനിക്ക് വലിയ സങ്കടം തോന്നി ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ. ആ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് ഇത്ര ഇടുങ്ങിയ ചിന്താഗതി വരുന്നത്? നീ ചെയ്തത് കുഫറാണ്, ഷിർക്കാണ്, ഓണാശംസ നൽകുന്നത് പോലും ഹറാമാണ്, ചോറും കറിയും കണ്ടാൽ തങ്ങന്മാരതിൽ പോയി വീണു, തങ്ങന്മാരെ വരെ അധിക്ഷേപിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ നിബിദിനത്തിന് നമ്മുടെ ഈ നാട്ടിൽ എത്രയോ ഹിന്ദു സഹോദരങ്ങൾ സമ്മാനം വാങ്ങാൻ, കുട്ടികൾക്ക് സമ്മാനം വാങ്ങാൻ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ റാലി വരുമ്പോൾ അവർ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർ നമുക്ക് നാരങ്ങാവെള്ളം തരുന്നുണ്ട്, മധുരവെള്ളം തരുന്നുണ്ട്, ഐസ്ക്രീം തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഹലാലും സന്തോഷവും. അവരുടെ ഒരു സന്തോഷത്തിന് അവർ നമ്മളെ ഓണസദ്യക്ക് വിളിക്കുന്നു. നമ്മൾ അമ്പലത്തിലേക്ക് പൂജിക്കാനല്ലല്ലോ പോകുന്നത്. അവർ തരുന്ന ഭക്ഷണം, നമ്മൾ തരുന്ന ഭക്ഷണം ഒരേ ആന്ധ്രയിൽ നിന്ന് വരുന്നതല്ലേ. അത് വെച്ച അടുപ്പുകൾക്കല്ലേ വ്യത്യാസമുള്ളൂ. വെക്കുന്ന ഗ്യാസ് സർക്കാർ തരുന്ന ഗ്യാസല്ലേ. വൈദ്യുതി സർക്കാർ തരുന്ന വൈദ്യുതിയല്ലേ. ഈ പ്രപഞ്ചം പടച്ചോൻ്റെ അല്ലേ. എന്നിട്ട് അത് തിന്നുമ്പോൾ അത് ഹറാമാകുന്ന ഒരു യുക്തി. നിങ്ങൾ യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കുക. ഇത്തരത്തിൽ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തൃക്കാക്കരപ്പനെ പൂജിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് നിവേദ്യം തിന്നിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഇന്ന് എൻ്റെ വീട്ടിൽ സദ്യയുണ്ട്. എന്തുകൊണ്ടാണ്? എൻ്റെ വീട്ടിൽ രാവിലെ കുറച്ച് പായസം കിട്ടി. എൻ്റെ നാട്ടിലെ നാരായണേട്ടൻ്റെ ചികിത്സാ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പായസ ചാലഞ്ചാണ്. അപ്പോൾ രാവിലെ കിട്ടിയ പായസം കണ്ടപ്പോൾ ഒരു ചായ കുടിക്കലിന് ശേഷം ഭാര്യ പറഞ്ഞു, നമുക്ക് സദ്യ ഉണ്ടാക്കാം. ഇന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, തൈരില്ല, ഉള്ളിയില്ല, മറ്റു വെളുത്തുള്ളിയില്ല. ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാക്കിത്തരാം. അത് പായസമുണ്ട്, പിന്നെ ഇതിൻ്റെ പേരെത്തടി കൂട്ടുകറി, പിന്നെ കായ വറുത്തത്, ശർക്കരപ്പേരി, പിന്നെ പപ്പടം, പിന്നെ ഇത് ചട്ടിച്ചോറ്. ഇതെന്താ തൈര, സംഭാരം അല്ലേ. ഇതെന്താ സംഭവം? പാവക്ക മെഴുക്ക് പറ്റിയതാ. ഇതോ എരിശ്ശേരി. ഇതോ ഇതെന്താ നമുക്ക് അറിയില്ലല്ലേ. എന്ത് കഥയുടെ എന്തോ ഉണ്ടാക്കിയിട്ട് ആൾക്കറിയില്ല. ഇതെന്താ സംഭവം? പുളിഞ്ചി. ഇത് മോര്, സാമ്പാർ. ഇതെന്താണ്? ഇത് അവിയൽ. ഇങ്ങനൊന്നല്ലല്ലോ റബ്ബേ. എന്താ കേൾക്കണേ? ഇതെന്താ? ഉപ്പേരിയാ റബ്ബേ. ഇതെന്താ? രസം. ഇല്ല, ഇത് വെണ്ടക്ക കയ്പ പൊരിച്ചത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഓണസദ്യയിലെ വിഭവങ്ങൾ. പായസം മാത്രം പുറത്തുനിന്ന് കിട്ടിയോണ്ട് നന്നാവുന്ന പ്രതീക്ഷ. ഈ ഓണസദ്യ നമ്മൾ കഴിക്കുന്നത് ഓണം ആഘോഷിക്കുന്നതാണോ? ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, എനിക്ക് ഇങ്ങനെ നിബിദിനത്തിന് സഹായിക്കുന്ന ഒരു ഹിന്ദു സ്ത്രീയെയും അധിക്ഷേപിക്കാൻ വേണ്ടി അവരുടെ മതമേലധ്യക്ഷന്മാർ തയ്യാറാവില്ല.
അവരൊക്കെ ഒരു വിശാല കാഴ്ചപ്പാടോടെ ഉൾക്കൊള്ളും. നമ്മളാണെങ്കിൽ സമാധാനത്തിൻ്റെ പദവും ഇന്നദീന യുസുറുൻ എന്ന് പ്രസംഗിക്കും. പക്ഷേ നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിയിലേക്കാണ് നമ്മളിൽ പലരും വരുന്നത്. ഇത് ഞാൻ പറയുമ്പോഴും നീ എന്തിനാ അറിയാത്തത് പറയുന്നത്? നിനക്കറിയാവുന്ന കാര്യം പറഞ്ഞാൽ പോരെ. എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ദീനുൽ ഇസ്ലാമിൽ സ്നേഹിക്കുന്ന ഒരാൾ ഇന്നലെട്ടൊരു കമൻ്റാണ്, നിൻ്റെ ഉസ്താദ് ആരാന്ന് പറഞ്ഞോണ്ടാ നമുക്കത് മാറി നടക്കാലോ എന്നുള്ളത്. അത്രമാത്രം പുച്ഛമാണ്. നമ്മൾ ഒരുപാട് മതങ്ങളുള്ള രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ ഈ നാട്ടിൽ പല രീതിയിൽ അമ്പലത്തിന് സ്ഥലം കൊടുത്ത മുസ്ലിങ്ങളുണ്ട്, പള്ളിക്ക് സ്ഥലം കൊടുത്ത ഹിന്ദുക്കളുണ്ട്. ഇത് ഹിന്ദുവിൻ്റെ സ്ഥലമാണ് വേണ്ടെന്ന് പറയോ ഏതെങ്കിലും മുസ്ലിം? അപ്പോൾ ഈ കൊടുക്കലുകളും വാങ്ങലുകളും ഒക്കെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളല്ലേ? ഒരാശംസ നേർന്നത് കൊണ്ട് നമ്മൾ കാഫിറാവോ? എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല. നബിദിനം തന്നെ ഹറാമാണെന്ന് പറയുന്നവരുണ്ട്, പിന്നെ ഓണാഘോഷിക്കുന്ന ഹറാമാണെന്ന് പറയില്ലേ? സുന്നികൾ നബിദിനം ആഘോഷിക്കണം എന്ന് പറയുന്ന കുറച്ചുകൂടി ഫ്ലെക്സിബിളായ ആളുകളാണ്. അവർ പോലും ഓണത്തിന് ആശംസ നേർന്നാൽ ഹറാമാണെന്ന് പറയുന്നവർ അവരിലും ചില വിഭാഗമുണ്ട്. സുന്നികൾക്കിടയിൽ സലഫ് ആശയങ്ങൾ തീവ്രമാകുന്നതിൻ്റെ അടയാളമാണെന്നുള്ളതാണ് പല സാമൂഹിക നിരീക്ഷകരും പറയുന്നത്. ഏതായാലും ഓണം എന്നുള്ളത് ഒരു മതത്തിൻ്റെ ആചാരമാണ്, ഒരു മതത്തിൻ്റെ അനുഷ്ഠാനമാണ്. അതിലപ്പുറം അതിൽ കുറച്ച് ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആശംസ നേരുന്നു, സദ്യക്ക് വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ തിന്നുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നബിദിന പരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് മുഹമ്മദ് സയാൻ UKG പഠിക്കുന്നതാണ്. മലപ്പുറം ജില്ല എടക്കരയിൽ നിന്നാണ് മുഹമ്മദ് സയാൻ. രണ്ടാമത് ഫാത്തിമ സെൻഹ, എടക്കരയിൽ നിന്ന് തന്നെ ഫാത്തിമ സെൻഹ. മറ്റൊന്ന് നമ്മുടെ കേരളക്കാരല്ല, മുഹമ്മദ് അമാൻ, കർണാടകയിൽ നിന്നാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മലയാളി കുടുംബം, കർണാടകയിൽ നിന്ന് മുഹമ്മദ് അമാൻ. അയകൊത്താമദീനത്തെ മഹമൂദരേ അകതാരെല്ലാനുരാഗം നിറച്ച മുത്തേ. അയകൊത്താമദീനത്തെ മഹമൂദരേ അകതാരെല്ലാനുരാഗം നിറച്ച മുത്തേ. അബ്ദുള്ള റളിയല്ലാഹുവിൻ മകനായി അമിന ബീവി കറുമക്കനിയായി അലനിലാകെ കത്തും സിറാജ. അബ്ദുള്ള റളിയല്ലാഹുവിൻ മകനായി അമിന ബീവി കറുമക്കനിയായി അലനിലാകെ കത്തും സിറാജ. ഉലകത്തിൻ റഹ്മത്താൽ അടഞ്ഞ മുത്തേ ഉടയോടെ ആമാറാലെ വിളങ്ങും സത്തേ. മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്ന് മുഹമ്മദ് ജാസിം എന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഞാൻ ഇന്ന് സൂറത്തിന്റെ പേരാണ് പറയാൻ പോണേ. ഫാത്തിഹ, ബഖറ, ആൽ ഇംറാൻ, ഇസ്രാ, മാഇദ, അൻആം, അഅ്റാഫ്, അൻഫാൽ, തൗബ, യൂനസ്, ഹൂദ്, യൂസഫ്, അഅദ്, ഇബ്രാഹിം, ഹിജ്ർ, നഹ്ൽ, ഇസ്ലാം, കഹഫ്, മറിയം, ത്വാഹ, അംബിയ, ഹജ്ജ്, മുഅ്മിനൂൻ, നൂർ, ഫുർഖാൻ, ശുറാൻ, നംല്, ഖസസ്, അൻകബൂത്ത്, റൂം, ലുഖ്മാൻ, സജദ, അഹ്സാബ്, സബ്ഹ്, ഫാത്തിർ, യാസീൻ, സോഫ, സോദ്, ഹുമാസ്, ഓഫ, ഫുസില, ശൂറ. മറ്റൊന്ന് മിഥിലാജ് എന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടി. തുതിച്ചുള്ള മാണിക്യക്കലല്ലേ മണ്ണാണിന്നുറായ
മുത്ത് റസൂലുള്ള മക്കൾ തുതിച്ചുള്ള മാണിക്യക്കലല്ലേ മണ്ണാണി നൂറായ മുത്ത് റസൂലുള്ള മാനവക്കാകെയും നിർവൈ കാട്ടിയ മനസ്സ് തൊപ്പിയിലെ മന്ദാര നൂറുള്ള മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്ന് തന്നെ മുഹമ്മദ് റഫ്വാൻ എന്ന ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥി മെഹബൂബൊളിലെങ്കുമെങ്കും പുകളാൽ പാലിലെങ്കും മനസ്സിൽ മധുവായി തികൾ മലരാം തോഹത്തങ്ങൾ മെഹബൂബൊളിലെങ്കുമെങ്കും പുകളാൽ പാലിലെങ്കും അജബാണാവതനം മലിവാണാസുവനം അജബാണാവതനം മലിവാണാസുവനം പാടാം തിരുപ്പുകളിൽ നിന്ന് തോറസൂൽ പൂർണ്ണ നിലാവ്. മറ്റൊന്ന് പാലക്കാട് ജില്ലയിലെ കരിമ്പയിൽ നിന്ന് ഹംദ ഫാത്തിമ. പറയൂ പറയൂ കുട്ടികളെ നമ്മുടെ നബിയുടെ പേരെന്ത് പേരു മുഹമ്മദ് സല്ലല്ലാഹ് ആമൻ ജാബിർ റസൂലില്ലാഹ് നബിയുടെ ഉപ്പ ഹത്തുല്ലാഹ് ആമിന ബീബി പൊന്നുമ്മ നബിയുടെ ജനനം മക്കത്ത് മരണം പുണ്യമദീനത്ത്. ഇനിയൊരു സംഘഗാനം ഇവരൊറ്റക്ക് പാടുകയാണ്. ഈ സംഘഗാനം ഇവരൊറ്റക്ക് പാടുന്നു. ഫാത്തിമ, ഹന, മിൻഷ, ഇഷ, ജസ, ഇൻഷ. കൊണ്ടോട്ടി രാമനാട്ടുകരയിൽ നിന്ന്. മദീനാപുരി ഈന്തമരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന ജീവനൽകാൻ മലർവനിയിൽ പാർവിറാവതാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ മധുരവിധി കൊണ്ട് മരിച്ചു വീഴാൻ മണിമണ്ണിൽ ചേരുന്ന മണലിലാവാൻ. മറ്റൊന്ന് സയ്യിദത്ത് ആയിഷ തസ്കിയ, മംഗലാപുരത്തുകാരിയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അറബ് ഗാനം. قمرون 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 سيدنا النبي قمرون وجميل 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 سيدنا النبي وجميل قمرون 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 سيدنا النبي قمرون وجميل 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 سيدنا النبي وجميل وكف المصطفى كالورد ينادي الله الله وعطل هيبك إذا مسا آياتي الله الله وكف المصطفى كالورد ينادي الله الله وعطل هيبك إذا مسا آياتي الله الله. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, വളരെ മികച്ചതായിട്ടുണ്ട്. ഇൻഷാ അല്ലാ കുട്ടികളുടെ പരിപാടി നാളെ നബിദിനമാണ്. ഇൻഷാ അല്ലാ ഈ പരിപാടി ഇനി തുടരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.